ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അടിപൊളി ചക്ക പായസം കൊണ്ടാണ് വന്നിട്ടുള്ളത്. ചക്ക പായസം ഉണ്ടാക്കാത്തവരുണ്ടാവില്ല, പക്ഷേ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിന് വേണ്ടിയിട്ട് ചക്ക ഞാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിക്കാന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ തരിയോട് കൂടിയാണ് അടിച്ചെടുക്കേണ്ടത്. അങ്ങനെ നല്ല പേസ്റ്റായിട്ടൊന്നും അടിച്ചെടുക്കണ്ട, ഈ ഒരു പാകത്തിൽ അടിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചവ്വരിയാണ്. നമ്മൾ ഈ പാൽപ്പായസത്തിലൊക്കെ ഉപയോഗിക്കാറില്ലേ, ചിലർ എല്ലാ പായസത്തിലും ഉപയോഗിക്കും കേട്ടോ, പക്ഷേ ഇത് ചവ്വരിയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ നമ്മൾ കഴുകി നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ, ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ മതിയാവും. അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്ത് കോരി വയ്ക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കോരി മാറ്റുകയാണ്. അതിലേക്ക് തന്നെ നമ്മുടെ കശുവണ്ടി, അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കശുവണ്ടി ചേർക്കാം, കിസ്മിസ് ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കശുവണ്ടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഞാൻ അതും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ചക്ക ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കാം. ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കാം. കൂടുതൽ നെയ്യ് ഇനി ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ, നമ്മൾ ആദ്യം ചേർത്ത നെയ്യ് മാത്രം മതി. ഇതിലേക്ക് 2-ാം പാലിൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1-ാം പാലും 2-ാം പാലും ആണ് വേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ 2-ാം പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3-ാം പാലും എടുക്കാം. ഞാനിപ്പോൾ 2-ാം പാല് കുറച്ച് അങ്ങോട്ട് നീട്ടിയെടുത്തേക്കാണ്, അതിൻ്റെ പകുതി പോർഷനാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി ആ പാലിൽ കിടന്ന് ചക്ക ഒന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മൾ ആ ചവ്വരി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊരു പാത്രത്തിലേക്ക് അത് അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ച പാല് ചക്കയിൽ നന്നായിട്ട് വലിച്ചെടുത്ത് ചക്കയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കര ഉരുക്കി നേരത്തെ വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരിട്ട് അതിലേക്ക് ശർക്കര ഇടുന്നില്ല കേട്ടോ. ശർക്കര നമ്മൾ കാണുമ്പോൾ നല്ല ഫ്രഷായിട്ടിരുന്നാലും എങ്ങനെയും അതിൽ മണ്ണും തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒഴിക്കുന്നതാണ് നല്ലത്. നന്നായിട്ടിനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു 6 കഷ്ണം ശർക്കരയാണ് കേട്ടോ എടുത്തത്. അച്ചുവെല്ലം എന്നൊക്കെ പറയില്ലേ, ഇതുപോലത്തെ 6 പീസാണ് എടുത്തത്. അത് വലിയ കളറൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ശർക്കര കിട്ടും നമുക്ക് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്തപ്പോൾ നന്നായിട്ട് അതിൽ മണ്ണിൻ്റെ തരികളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ചപ്പോൾ അത് ഏകദേശം തിളച്ച് വരുന്ന ആ സമയത്ത് തന്നെ 2-ാം പാലിൻ്റെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചവ്വരി അത് വേവിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതാണ് അതിൻ്റെ പാകം. അതിൻ്റെ വേവ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് കിടന്നിട്ട് ബാക്കിയുള്ള വേവും കൂടെ കറക്റ്റായിട്ട് വന്നോളും. ഇത് നമ്മളിതും കൂടെ ചേർത്തിട്ട് അതവിടെ ഇരുന്ന് പാകമാവട്ടെ. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം.
കുറച്ച് ലൈറ്റ് കൂടുതൽ കാരണം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കുറച്ച് തരിയുള്ളതും 1 ടേബിൾ സ്പൂൺ സാധാ നമ്മുടെ പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ തരിയുള്ള പൊടി എന്ന് വെച്ചാൽ ഈ പൊൻകതിർ പോലത്തെ പുട്ടിൻ്റെയൊക്കെ പൊടിയില്ലേ, അതിൽ കുറച്ച് തരികളുണ്ടാവും. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നേ ഉള്ളൂ എങ്കിൽ, പത്തിരിപ്പൊടി മാത്രമേ ഉള്ളെങ്കിൽ അത് തന്നെ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അത് നമ്മൾ കുറച്ച് 1/4 പാലാണ് അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. കട്ടയായിട്ട് അങ്ങനെ ഒഴിക്കുമ്പോഴത്തേനും നമ്മുടെ ഈ പായസത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് ചൂടുള്ള പായസത്തിലേക്ക് ഒഴിക്കുമ്പോൾ അത്രയും ഭാഗം ഇങ്ങനെ കട്ട പിടിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റും ആ ഒരു കുറുകലൊന്നും കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, കുറച്ച് ലൂസായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പായസം നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഒഴിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പായസത്തിന് കുറുകലൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടാവും കേട്ടോ. എന്നാലും ഇത് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ചക്ക പ്രഥമൻ എന്ന് പറയാൻ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമുക്കിതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഒരു പാകത്തിന് ഒഴിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. ഇപ്പം നല്ല കുറുകി വന്ന ഈ ഒരു സമയത്ത് നമ്മുടെ 1/4 പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 പാല് നല്ല തിക്കായിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ചുക്കും ജീരകവും കൂടെ ചതച്ചതാണ് ചേർക്കുന്നത്. അത്ര നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചതച്ച് തന്നെ അത് ചേർക്കുക. ഇതാണ് അതിൻ്റെ നല്ലത്. പിന്നെ ഏലക്കായ വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. പക്ഷേ ചക്ക ആയതുകൊണ്ട് തന്നെ ചുക്ക് പൊടി ചേർക്കുന്നതാണ് നമുക്ക് നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ 1/4 പാലിൻ്റെ ഇതും കൂടെ ചേർന്നിട്ട് നല്ലൊരു പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 1/4 പാല് ചേർത്തുകൊണ്ട് ഇനിയിപ്പോൾ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. ചെറുതായിട്ടൊരു തള വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ആ പായസത്തിൻ്റെ മണമാണ് കേട്ടോ വീട് നിറച്ചും. ഇപ്പോൾ പുറത്തുനിന്ന് ആര് വന്നാലും ഇവിടെ ചക്കപ്പായസം വെച്ചെന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്യും. നല്ല ടേസ്റ്റുള്ള പായസം കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. പായസം എന്താ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴത്തേനും കറക്റ്റ് പാകത്തിന് വന്നോളും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പാകം എന്ന് വെച്ചാൽ കേട്ടോ. കുറച്ച് ലൂസും ആ ഒരു തിക്കും കൂടെ കൂടിയ ഈ ഒരു ഭാഗം, ഇത് തന്നെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇപ്പം എന്താ തീ ഓഫ് ചെയ്തോട്ടോ. നല്ല ചൂട് പായസം, ചക്ക പായസം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് ഈ സമയത്ത് നല്ല ചൂടുള്ള പായസമൊക്കെ കുടിച്ചിട്ട് മഴയും കണ്ടിരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫീലല്ലേ. ഇപ്പോൾ നല്ല ചൂടുള്ള പായസം ഉണ്ടോ, നല്ല കുറുകി നല്ലൊരു പാകത്തിൽ വന്നിട്ടില്ലേ. ഇതിങ്ങനെ ഇരുന്ന് കുറച്ചുകൂടി ഇരിക്കുമ്പോൾ ചൂടൊക്കെ ആറുമ്പോൾ ഇത്തിരി കൂടെ കുറുകലാവും കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റുള്ള പായസമാണ്. മിക്കവാറും ഞാൻ ഇങ്ങനത്തെ പായസങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ആദ്യം ഞാൻ അങ്ങോട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഞാൻ ആദ്യം അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആഹാ, എന്താ രുചി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്, എൻ്റെ വായൊക്കെ പൊള്ളുന്നുണ്ട്. എന്നാലും വേണ്ടിയില്ല, ഇത് കുടിച്ചേ തീരൂ. നല്ല
നല്ല ടേസ്റ്റുള്ള പായസം. കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നാറില്ലേ? നല്ല ചക്ക പ്രഥമനാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് ആൻഡ് എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ട് ഒരു പായസം. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.